Like a Spitfire, bang gunfire so high. Like a brand new Bugatti. She calls herself a Shimati. She's a Shimati. She's a Shimati. She's a Shimati. മച്ചാനെ എനിക്ക് തിരിച്ചു വരണം. എങ്ങോട്ട്? മടുത്ത് മച്ചാനെ, എനിക്ക് വീട്ടു ജോലി ചെയ്ത് മടുത്ത് ഞാൻ. ഈ സവാള അരിഞ്ഞ് എന്റെ ജീവിതം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുക. എനിക്കെങ്ങനെ തിരിച്ചു വരണം. നിങ്ങൾ വാ മച്ചാനെ, നിങ്ങളുടെ ഫാൻസ് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മറ്റേ ആ റെഡ് കോട്ടക്കില്ലേ, അതൊക്കെ ഇട്ടിട്ട് വാ, നമുക്ക് പോയിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നമുക്ക് നോക്കാല്ലേ? ഒരു രണ്ട് കൈ നോക്കാം. നിങ്ങളിങ്ങനെ വാ. യെസ്, ഐ ആം ബാക്ക്. ആ ചങ്ങായി, സുഖല്ലേ? പിന്നെ സുഖം. എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട്? സുഖം. അപ്പോൾ നമുക്കൊരു പരിപാടി തുടങ്ങിയാലോ? നമുക്കേ ഒരു പരിപാടി തുടങ്ങിയാലോ? ഒരു ഫുഡ് പരിപാടി. പൊളിക്കും. തുടങ്ങിക്കളി നമുക്ക്. പേര് വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഷെഫ്ഷാന്റെ ഷെഫും ഓട്ടോ മച്ചാനും ചേർത്തൊരു പേരിടാം. അതല്ലെന്നേ, മച്ചാൻ ഷെഫ് ഒന്നും നടക്കില്ല. അതായത് ഷെഫ്ഷാന്റെ ഷെഫും ഓട്ടോ മച്ചാനും. അതല്ലെന്നേ, ഷെഫ് മച്ചാൻ. കൊള്ളാം. പൊളിക്കൂലേ നമ്മള്? ഓക്കെ. അപ്പൊ നമ്മളൊരു പുതിയ ഷോ ആയിട്ട് വരാണ്, മാറ്റിനി ഷെഫ് മച്ചാൻ. ഇവിടെ എല്ലാ ഫുഡും കിട്ടും. അതെന്താണ്? കിടക്കട്ടെ, വാ, ഓ വണ്ടി കയറി. സ്ഥലത്തിയോ? പിന്നെ പിന്നെന്താ നോക്കിക്കുന്നു. വാ. അവസാനം നമ്മൾ കാസ കിച്ചണിലെത്തി. കൊച്ചിയുടെ സ്വന്തം കാസ. ആസിഫ് അലിയും മഞ്ജു വാര്യറൊക്കെ നൈസായിട്ട് ചിക്കൻ കഴിക്കാൻ വന്നിട്ടുണ്ടോ? വന്നോട്ടെ, എല്ലാരും വന്നോട്ടെ. അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസും വരുന്ന ദ വൺ ആൻഡ് ഓൺലി ഫോർട്ട് കൊച്ചിയിലെ കാസ കിച്ചൺ. ഇനി നമുക്ക് അതോട്ട് പോവാം. മെനു വേണ്ടേ? കാണണം. വാ. ഇതാണ് മെനു. ചട്ടിച്ചോറ്, അതിൽ ഇൻഗ്രീഡിയൻസ് ബീഫ്, രാജാവിൻ്റെ ചട്ടി, കാസക്കോഴി, പിന്നെ ഉരുളിച്ചോറ്, നെഞ്ചങ്കൂട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. രാജാവിൻ്റെ ഉരുളി, വലിയ ഉരുളി, അത് നല്ല വലിപ്പം ഉണ്ടാവും. ഇതുണ്ടോ, ഇവിടെ വന്ന സെലിബ്രിറ്റീസിന്റെ എല്ലാ ഫോട്ടോസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ മഞ്ജു വാര്യർ, ആസിഫ് അലി, പിന്നെ എല്ലാവരും ഇവിടെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. കേരളത്തിലുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റീസും വരുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കാസ കിച്ചൺ. യെസ്. എവിടെ പോവാന്ന് ഞാൻ ഒരു കാര്യം പറയാം. ആവശ്യമുള്ള ഫുഡ് ഞാൻ വാങ്ങി തരും. ആക്രാന്തം കാണിക്കരുത്, അലമ്പുണ്ടാക്കാൻ പാടില്ല. ഇവിടെ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. ഇത് സെലിബ്രിറ്റി അല്ല, ഇതാണ് കാസ കിച്ചന്റെ എല്ലാമായ ജോയൽ. സുഖല്ലേ? അപ്പൊ ജോയൽ, ഇന്ന് നമുക്ക് എന്താണ് കഴിക്കാൻ തരുന്നത്? ആ, പിന്നെ ഉരുളിച്ചോറ്, പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, കാസക്കോഴി അല്ലേ? ഇവിടെ വരെ വന്നിട്ട് കാസക്കോഴി കഴിച്ചിട്ടില്ല, മോശമല്ലേ അല്ലേ? കഴിക്കണ്ടേ? അപ്പൊ അതോടേക്ക് പോവാം. യെസ്. ഇതാണ് കാസ കിച്ചന്റെ കിച്ചൺ. ജോയൽ, എന്തൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? ഫിഷ് കറി ഉണ്ട്, അയിലക്കറി അല്ലേ? അയില മുളക് ഇട്ടതല്ലേ? ചിക്കൻ ഫ്രൈ റോസ്റ്റ്. കൊതിയാവുന്നുണ്ടല്ലേ? കൊതിയാവും. ഹൈദരാബാദ് ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ട് തന്നെ പോകും. മലയാളികളുടെ അഹങ്കാരം ബീഫ് ഫ്രൈ. ഇതൊക്കെയാണ് കാസ കിച്ചണിലെ പ്രജകൾ.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ രാജാക്കമ്പല്ലേ. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ? കാസർകോഴിയും പിന്നെ തൂക്ക് പൊറോട്ടയും. അപ്പോൾ അത് നമുക്ക് കാണാം അല്ലേ? കമാൺ. മച്ചാൻ എങ്ങോട്ടാ? മച്ചാൻ ഒന്നും പ്ലീസ് ദയവ് ചെയ്ത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ ഇതുവരെ മാറ്റം. മച്ചാൻ ഒരു കാര്യം ചെയ്യും, നേരെ പോയിട്ട് റെസ്റ്റ് എടുക്ക്, എന്തൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അതാ നല്ലത്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ ഷെഫ്, പേര് ദീപു. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, അത് ഭയങ്കര ജഗചില്ല കേട്ടോ. എന്തൊക്കെ ഉണ്ടാക്കുന്നത് ഷെഫ്? എന്തൊക്കെയാ ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന തൂക്ക് പൊറോട്ട, കാസർകോഴി, പിന്നെ കുറച്ചും കൂടി അവിടെ കണ്ടില്ലേ. അപ്പൊ ആദ്യം നമുക്ക് പൊറോട്ട തുടങ്ങാം അല്ലേ? പൊറോട്ട തുടങ്ങാം. ചൂട് പൊറോട്ട റെഡിയാണ്. ഇനി ദീപുവിന്റെ സ്പെഷ്യൽ തൂക്ക് പൊറോട്ടയാണ് ദീപു ഉണ്ടാക്കാൻ പോകുന്നത്. ദീപു തുടങ്ങിക്കോ. ആദ്യം ബീഫിന്റെ ഒരു കുറുമ അതിൽ വെച്ച് അല്ലേ? കുറച്ച് കോക്കനട്ട് ഓയിൽ, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, കൊറിയൻഡർ ലീവ്സ്, കറിപ്പത്ത, കറിവേപ്പില അല്ലേ? മിക്സ് ചെയ്യണം. ഓക്കെ, ഇത് ഡ്രൈ ആവണോ? ഡ്രൈ ആവണം. പൊറോട്ട എത്ര പൊറോട്ട ഇടും? 3 പൊറോട്ട ഇടും. എനിക്കൊന്ന് കുറച്ച് സമയം വേണ്ടുന്നു അല്ലേ? കൂടുതൽ സമയം കിട്ടില്ല. ബീഫിന്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. ഇനി ഈ തൂക്ക് ഇങ്ങനെ കവർ ചെയ്ത് അതിനുശേഷം ഗസ്റ്റിന് കൊണ്ടു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. റെഡി, തൂക്ക് പൊറോട്ട റെഡി കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാസ കിച്ചണിലെ വൺ ഓഫ് ദി കിങ് കാസ ചിക്കൻ. ഒരേ സമയത്ത് എത്ര ചിക്കൻ ഉണ്ടാക്കും? ഇതുപോലൊരു ചെമ്പിൽ 4 ഉണ്ടാക്കും. അപ്പോൾ വീക്കെൻഡൊക്കെ എത്ര ചിക്കൻ പോകും? 50 ഒക്കെ പോകും. അപ്പോൾ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? ഒരു ചെമ്പ് 1.5 മണിക്കൂർ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രിപ്പറേഷനിലേക്ക് നടക്കാം അല്ലേ? ആദ്യം കാസ ചിക്കൻ ഇവിടെ വെക്കുക. അപ്പോൾ ഗ്രേവി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം അല്ലേ? ഇത് ദീപു തന്നെ കണ്ടുപിടിച്ച ഡിഷാണോ? ഉള്ളതാണോ? കാരണം തുടക്കം മുതലേ ഒരു ഡിഷ് ഉണ്ടല്ലോ ഇവിടെ. ദീപു, നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ആ റെസിപ്പി സൗകര്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഒരു രക്ഷയില്ല കേട്ടോ. കാണുന്ന പോലൊന്നുമില്ല, അത് ലെവലാണ്. റെഡിയാണോ? ഞാൻ പോയിക്കല്ലേ? പോയിക്കാം. സെറ്റ്. ഇതാണ് കാസ ചിക്കൻ. ഇനി ഇതിൻ്റെ ഒരുമിച്ച് സൈഡിൽ ഗ്രേവി കുറച്ചുകൂടി തരും. ആ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒഴിച്ച് പൊറോട്ടയുടെ കൂടെയൊക്കെ വെച്ച് കീറാം. ഈ ഒരു ഐറ്റം ഇതിൻ്റെ കൂടെ മറ്റു ചില ഐറ്റങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ ടേബിളിലോട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വ്യക്തി വരുന്നുണ്ട്. ആരാന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ ചങ്ങായിമാരെ, നമ്മുടെ കാസ കിച്ചണിലെ എല്ലാ ഐറ്റംസും ഇതേ ടേബിളിൽ നിരന്ന് നിൽക്കുകയാണ്. കാണുന്നില്ലേ? ചട്ടിച്ചോറ്, ഉരുളിച്ചോറ്, അതുപോലെ ഇവിടുത്തെ കാസ ചിക്കൻ. തൊടാൻ പാടില്ല. ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കൊച്ചിയിലുള്ള ഒരു ടീം വരാനുണ്ട്. നിങ്ങളല്ല, നിങ്ങളെക്കാട്ട് മേലെ ഇരിക്കുന്ന ഒരു ടീമുണ്ട്. അത് ഏതാ ടീമെന്നോ? അങ്ങോട്ട് നോക്കണം മച്ചാനെ. ടീം എന്തൊക്കെയാ? സെറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ടീമിന് ഒരു ജ്യൂസ് കൊടുക്കാം. ആദ്യം തന്നെ ടീമിന് വേണ്ടിയിട്ട് ഒരു ഹൈ വോൾട്ടേജ് സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം കുടിക്കാം. ഇത് കുടിച്ചേ പറ്റൂ. നമ്മൾ കൊച്ചിയിൽ വന്നാൽ 3 പേരുകളാണ് നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരും അല്ലേ? ഒന്ന് കാസ കിച്ചൻ, രണ്ടാമത്തെ ബിലാൽ, പിന്നെ നമ്മുടെ ടീം. ആ മച്ചാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ആദ്യം ഇതിൽ തുടങ്ങാം. ടീം ജ്യൂസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഇനി കബാബ് ട്രൈ ചെയ്യാം. ചിക്കൻ കബാബ് കഴിച്ച് ടേസ്റ്റ് പിടിക്കട്ടെ. അപ്പൊ തന്നെ കൊള്ളാന്ന് ഞാൻ പറയൂല. സംഭവം നന്നായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ടീമിന് എന്താ തോന്നുന്നത്? ഇപ്പൊ കാണുമ്പോ ഫുഡാണെന്ന് തോന്നുന്നുണ്ട്. അത് തോന്നുന്നുണ്ടല്ലോ. ഇത് ചിക്കനാണെന്ന് തോന്നുന്നുണ്ടോ? ഇതെന്ത് ചിക്കനാണ്? ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കാസ ചിക്കൻ. ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കനാണ്. ചിക്കൻ ഉണ്ട്, പിന്നെ ഫുള്ളും കൂടെ വരണ്ടേ? ആ ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കനാണ്. അതെ അതെ. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ തൂക്ക് പൊറോട്ട. തൂക്കുപാത്രത്തിൽ കൊണ്ടുവന്നത്. അതെ, അതാണ് തൂക്കുപാത്രത്തിൽ നിൽക്കുന്നത്.
അപ്പം എനിക്ക് തോന്നുന്നു ഇത് ടീം കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് തട്ടിത്തരാം. ഇത് കറച്ചട്ടി. ഇതാണ് ഇവിടുത്തെ തൂക്ക് പൊറോട്ട. നല്ല ചൂടുണ്ട് കേട്ടോ. തട്ടട്ടെ? ഇന്ന് ഞാനില്ലേ ടീമിനെ തീറ്റിച്ച് കൊല്ലും. ഇത് ചിക്കനാണോ ബീഫാണോ? ഇത് ബീഫാണ്. ഇത് കോഴിയാണോ? ബീഫ്. ബാക്കി മച്ചാൻ പോകുമ്പോൾ എടുത്തോളൂ കേട്ടോ. ബാക്കി മൊത്തം മച്ചാനുള്ളതാ. എനിക്കേ ബീഫ് അധികം കഴിച്ചാലേ രസമുണ്ട് എനിക്ക്. എന്താണത്? കൊളസ്ട്രോൾ ആണോ? ഇല്ല. മറ്റേ കഴിച്ചു നോക്കി. ഇതൊന്നും പറയാനില്ല കേട്ടാ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും പൊറോട്ടയും കഴിക്കുന്ന ഒരു ഫീല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അടിപൊളി ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ഇവിടുത്തെ ചട്ടിച്ചോറ്. നമ്മുടെ അമ്മച്ചിയുടെ അയിലക്കറി, അയില വറുത്തതുണ്ട്. മച്ചാൻ തന്നെ പറഞ്ഞു ഇതിൽ കക്ക വറുത്തതുണ്ട്. പിന്നെ പാലക്ക് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ചീരക്കറി. പിന്നെ ഉള്ളത് ബീട്രൂട്ട്. ഇവിടെ എന്താണ് പറയുക, തോരൻ എന്നാണോ അല്ലെങ്കിൽ വറവെന്നാണോ? പിന്നെ അയിലക്കറി. പിന്നെ ഇത് പപ്പടം. ഞാൻ എപ്പോഴും വന്ന് ട്രൈ ചെയ്യുന്ന സാധനം ഉണ്ട്. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കഴിച്ച് നമ്മൾ റിസൾട്ട് പറയേണ്ട കാര്യമല്ല ഇത്. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് റിസൾട്ട് പറയണത്. ഇനി എന്താ ഉള്ളത്? ഉരുളിച്ചോറ്. ഇന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ഇത് മറ്റേ ചട്ടി തന്നെ കാണുന്ന ചട്ടിച്ചോറ്, ഉരുളി തന്നെ ഉരുളിച്ചോറ്. ഇതിന്റെ അകത്തുള്ളത് ഫുഡാണ്. ഇത് ഫുഡാണ്. പപ്പടമുണ്ട്, ബീഫുണ്ട്, പിന്നെ റിങ്സ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, നാരങ്ങ അച്ചാറ്, ചമ്മന്തി, പിന്നെ നെയ്ച്ചോറ്, റൈസ്. ഇത്രയും ഐറ്റംസ് ആണ് ഇതിന്റെ. പക്ഷെ എല്ലാത്തിനും ബീഫ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കൊച്ചിക്കാരുടെ ബീഫ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പൊ ടീം അത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ടീമായിട്ട് കഴിക്കേണ്ട സാധനമാണ്, ഒറ്റ കഴിച്ചാൽ തീരൂല. നമുക്ക് ടീമായിട്ട് കഴിക്കാം. അപ്പൊ ഞാൻ നെയ്ച്ചോറ് ഇത്തിരി എടുക്കുന്നുണ്ട്. ഞാൻ നെയ്ച്ചോറിന്റെ ആളാണ്. നെയ്ച്ചോറ് ഞാൻ ഒന്നും ചേർക്കാതെ നെയ്ച്ചോറ്. നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതില്. നെയ്യില്ല. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത്ര സാധനങ്ങൾ വരുമ്പോ ഒരു അടിപൊളിയാണ്, ടേസ്റ്റ് കൂടും. ടീമേ, ഇനി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം, അത് നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല. കാസ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഈ കോഴിയെ തിരിച്ചു കിടത്തിയിട്ട് അതിന്റെ നടുവിൽ ഒരു ഗ്രേവി വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ കാസ ചിക്കൻ. കഴിച്ചോളൂ, കാല് ഊരിയിട്ട് കഴിച്ചോളൂ. ഇതിന്റെ തൊട കണ്ട, തൊടയോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ അങ്ങോട്ട് ഗ്രേവി ഒക്കെ അങ്ങോട്ട് മുക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. പിടിച്ചോ, താടിക്ക് കേട്ടോ കേട്ടോ. മച്ചാനും കഴിച്ചോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് പൊളി. അപ്പൊ ടീമിന് ഇവിടെ ഇത്രയും ഐറ്റംസ് കഴിച്ചു. എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? കിടിലൻ, ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ് ഇവിടെ ഉണ്ടാക്കുന്ന ടീമൊക്കെ. പൊളിക്കും. നമ്മുടെ കൂട്ടുകാരാണ്, സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നത്. സെലിബ്രിറ്റികളും വരാറുണ്ട്. എല്ലാവർക്കും ഒരേ പരിഗണന. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അടിപൊളിയാണ്. ഞാൻ നൈസായിട്ട് ഇടക്കൊക്കെ വന്ന് കഴിക്കാറുണ്ട്. പിന്നെ എനിക്കിത് കാണുമ്പോ എന്റെ കഞ്ഞിയിൽ പാർട്ടി എടുത്തിട്ടാ പാട്ട് വന്നേ കൊള്ളാം. എന്റെ കഞ്ഞിയിൽ പാർട്ടി ഈ പാട്ട് ജ്യൂസ് 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 കുമ്മട്ടിങ്ങ ജ്യൂസ് ഇഷ്ടപ്പെട്ട വലിയൊരു കത്തി കിട്ടോ? അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ പാട്ടാ. മച്ചാനും ആദ്യമായിട്ട് കേൾക്കണേ. മച്ചാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അതെയോ? ഓക്കെ. ഏതായാലും പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, ഒരു സ്ഥലത്തും പാടാത്ത ഒരു പാട്ട് നമ്മ ഉണ്ടാക്കിയ പാടാൻ പോണേ. ഫുഡിനെ കുറിച്ചുള്ള ഒരു പാട്ട് അല്ലേ? പാടിയാല പാട്. ഇങ്ങനെ ഏറ്റു പിടിക്കണം. ഏറ്റുപിടിക്കും. തട്ടുകടക്കാരൻ തട്ടിലിരുന്നു തട്ടും മുട്ടും താളം. ചായ അടിക്കണ ചെല്ലപ്പഞ്ചേട്ടന്റെ ചായ കറക്കുന്നു കാണാം. മുരിമുരിഞ്ഞൊരു ചൂടുകടികൾ അച്ചാരം പിച്ചാരം തിന്ന. ചായ അടിക്കണ ചെല്ലപ്പഞ്ചേട്ടന്റെ ചായ കറക്കുന്നു കാണാം. മുരിമുരിഞ്ഞൊരു ചൂടുകടികൾ അച്ചാരം പിച്ചാരം തിന്ന. തട്ടുകടയില് വൈകിട്ട് ചെന്നപ്പോ പത്തിരി പഴംപൊരി ചായ. തട്ടുകടക്കാരൻ തട്ടിലിരുന്നു തട്ടും
പരിപ്പ് പത്തിരി പമ്പുരി ചായ തട്ടുകടക്കാരൻ തട്ടിലിരുന്നു തട്ടും മുട്ടും താളോ. ഓ ടീമേ അടിപൊളിയായിരുന്നു കേട്ടോ. ഉണ്ട് സംഭവം. ഇതെവിടെയൊക്കെ പഠിച്ചു? പാട്ട് വിളിച്ചില്ല ഞാൻ. സുധി പള്ളി പോയേക്കണ സുധി. പൊളി പൊളി. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഇത് കഴിവാണ്. അതെ കഴിവാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീമിന്റെ പാട്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പുതിയൊരു എപ്പിസോഡുമായി ഞാനും മച്ചാനും വരും. ഷെഫ് മച്ചാന്റെ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. മച്ചാനെ വണ്ടി എടുത്തോ, എംബയിൽ വിട്ടോ. എന്താ രസോ. ടീമേ കാണോട്ട്.